ഹലോ ഗൈസ്, ദിസ് ഇസ് ദ പാർട്ട് 2 ഓഫ് വീഡിയോ ടു വാഗമൺ ട്രിപ്പ്. ഞാൻ പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെന്താ വെച്ചാൽ ഞങ്ങളെ ഫാമിലി മീൻസ് എൻ്റെ ഉമ്മ ഉപ്പ താത്ത ഉണ്ണിയായിട്ട് ഞങ്ങൾ ഇതിന് മുമ്പ് ഞങ്ങൾ വന്നിട്ട് ഇവരായിട്ട് ഞങ്ങൾ രണ്ടാമത്തെ തവണയായിരുന്നത്. ബിക്കോസ് അവിടുത്തെ ആ ഒരു റിസോർട്ടിൻ്റെ ആൾ നല്ല കമ്പനിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ നമുക്ക് ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇടിയപ്പം കുറുമക്കറി മുട്ടക്കറി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ തിന്നത്. 2 ഇടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ തിന്നു. പിന്നെ ചോദിച്ചാൽ വെള്ളം കുടിച്ച് ഇപ്പോൾ 2 കുടിഞ്ഞ ഐസ്ക്രീം മേടിക്കാൻ കണ്ടപ്പോൾ ഞാനും ഒന്ന് പിടിച്ച് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടുത്തെ ഐസ്ക്രീമിന് 35 രൂപ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മളെ നാട്ടിൽ 60-നൊക്കെ കിട്ടണം, അവിടെ 35 ലാവില്ല. ഞങ്ങൾ എന്തായിരുന്നു ഏതൊരു സ്ഥലം തങ്ങൾപ്പാറ അവിടുത്തെ ഇറങ്ങിയായിരുന്നു. എത്ര പോലെ ചെറിയ നടക്കാനുള്ളത്. പിന്നെ അവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ എന്താ റെഡി കറക്റ്റില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ കയറി. നല്ല കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. നല്ല ബേഡ്സിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ ഓൾറെഡി ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി ഒന്നും എന്തൊരു വെച്ചിട്ടാണ് എത്ര പോലെ വെള്ളം കുടിച്ച് നിൽക്കാനറിയാം. ഞങ്ങളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഊനാലി ഇരുന്നിട്ടാണ് അവരിന്നിട്ട് ആട്ടി 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 താഴത്തേക്ക് വീഴ്ത്തിച്ചത് ഗൈസ്. അതിനൊക്കെ ഒരു കഥ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചീറ്റപ്പുല്ലിൻ്റെ സ്വഭാവം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്. ഞാൻ കാണിച്ചെന്ന ചീറ്റപ്പുല്ല് ഇവിടെ നിന്നിട്ടാണ് ഊനാലാടിയത്. നമ്മളോട് പറന്ന് പോണ കാറ്റൊക്കെ വന്നിട്ട് എന്തൊരു രസിച്ചിട്ടാണ്. നല്ല ഷെയ്ക്കിങ് ഉണ്ടാവും ഈ വീഡിയോക്ക്. പിന്നെ ഞാൻ കട്ടാക്കിയാണ് ഈ വീഡിയോ വോയിസ് ഓവർ കിടക്കണത് തന്നെ. കാരണം വെച്ചാൽ തൊണ്ടയിൽ ശബ്ദമല്ല, വയ്യാണ്ടായിരുന്നു ഞാൻ കിടക്കണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി കണ്ടപ്പോൾ ഹനാൻസിയുടെ വണ്ടി പോലെ തോന്നി ഗൈസ്. പിന്നെ ഞങ്ങൾ വേറൊരു പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കയറാം ഓൾറെഡി വയ്യ. ആ പാറയുടെ മേലെ കയറിയിട്ട് കാല് വേനിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ കയറി ടൂർ വന്നല്ലേ വിചാരിച്ചിട്ട് ആ സാധനം ആ വലിക്കണ സാധനം കണ്ടപ്പോൾ തന്നെ പേടിയായി. ആ ഒരു വലിയിൽ തന്നെ. പിന്നെ എത്ര ഉള്ളൂ ബൈ.